നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ ഇന്നലെ PSG സമനിലയിൽ കുരുങ്ങി. 1-1 സമനിലയാണ് ക്ലെമൻഫൂട്ടിനോട് അവർ വഴങ്ങിയിരിക്കുന്നത്. ഈ കളിയിൽ പ്രധാന താരങ്ങൾ ആദ്യ 11-ൽ കോച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. തൊട്ടടുത്ത മത്സരം PSG-യും FC ബാഴ്സലോണയും തമ്മിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പോരാട്ടം. ആ കളി നടക്കുന്നത് ബുധനാഴ്ചയാണ്. ഏപ്രിൽ 10-നാണ് മത്സരം. നമുക്ക് പക്ഷേ സാങ്കേതികമായി ഇന്ത്യൻ സമയം ഏപ്രിൽ 11-ന് പുലർച്ചെ 12:30 PSG-യുടെ മൈതാനത്താണ് കളി നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പ്രധാന താരങ്ങൾക്കൊക്കെ വിശ്രമം കൊടുത്തുകൊണ്ടാണ് ലൂയിസ് എൻറിക്കെ ടീമിനെ ഇറക്കിയത്. അപ്പോൾ വിജയം അവർക്ക് കൈവിട്ടു. 1-1 സമനില. കളിയുടെ 32-ാമത്തെ മിനിറ്റിൽ കെയ്റ്റ ക്ലെമൻഫൂട്ടിനെ മുന്നിലെത്തിച്ചപ്പോൾ 85-ാമത്തെ മിനിറ്റിൽ ഗോൺസലോ റാമോസിൻ്റെ ഗോളാണ് PSG-യെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ക്ലെമൻഫൂട്ട് എന്ന് പറയുമ്പോൾ ലീഗിൽ ഏറ്റവും അവസാനമുള്ള ടീമാണ്. ആ ടീമിനോടാണ് PSG സമനില വഴങ്ങിയിരിക്കുന്നത്. ഈ കളിയുടെ അവസാനത്തിൽ PSG-യുടെ ആരാധകർ സ്റ്റേഡിയത്തിൽ നടത്തിയ ചാൻഡാണ് ഇപ്പോൾ വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത്. വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്കും വഴിവെക്കുന്നു. കാരണം ബാഴ്സക്കെതിരെയാണ് ചാൻഡ്. ആ കളി കളിക്കാൻ ബാഴ്സ ഇല്ല. അടുത്ത കളിയാണ് ബാഴ്സയും PSG-യും തമ്മിലുള്ളത്. എന്തായാലും ഫക്ക് ബാഴ്സ എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ചാൻഡ് അവർ നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോയും മറ്റും ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നു. എന്തായാലും മറ്റൊരു റൈവൽറി കൂടി വരുന്നു എന്ന് തന്നെ പറയാം. അത് നെയ്മർ ട്രാൻസ്ഫർ മുതൽ അത്ര നല്ല രൂപത്തിലല്ല കാര്യങ്ങൾ ഈ ക്ലബ്ബുകൾക്കിടയിൽ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത്തരമൊരു ഘട്ടത്തിൽ UCL നേർക്ക് നേർ വരിക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വൈരം അതിൻ്റെ മുകളിലേക്കെത്തും. പിന്നെ PSG-യുടെ ആരാധക കൂട്ടം എപ്പോഴും ഇത്തരത്തിലുള്ള കുറേ വിമർശനങ്ങളൊക്കെ സ്വയം വരുത്തി വെക്കാറുണ്ട്. സ്വന്തം താരങ്ങളെ കൂവി വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്തത് അധികം ഒന്നും ദൂരെയല്ലല്ലോ. ഏതായാലും ബാഴ്സലോണക്കെതിരെ കളിക്കുന്നതിന് മുമ്പ് അവരെ തെറി വിളിക്കുന്ന PSG ആരാധകരുടെ ചാൻഡ് ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ലൂയിസ് എൻറിക്കെ അറിയാം, മുൻ ബാഴ്സലോണയുടെ കോച്ചൊക്കെയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ PSG-യുടെ കോച്ച്. അദ്ദേഹം പറയുന്നത് ഓഫ് കോഴ്സ് ബാഴ്സലോണയെ ഫേസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. ബട്ട് എനിക്ക് ഇവിടെ വിജയിക്കണം, PSG വിജയിക്കണം, കിരീടം ചൂടണം, എന്നെ വിശ്വാസം അർപ്പിച്ച് ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ PSG ആണ്. അതുകൊണ്ട് PSG വിജയിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. ആരാധകർക്ക് സന്തോഷം നൽകേണ്ടത് എൻ്റെ കടമയാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.